ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അധിക ആളുകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞതാ. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ അധിക ആളുകളും അറിയേണ്ട കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ അറിയേണ്ട കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല, അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല. പിന്നെ എന്താ പോൽക്ക് പണി? യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയാ. ഓൽക്ക് ദുനിയാവുമ്മ കളിയാ പണി. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഇവിടെ എങ്ങനെ ജീവിച്ചാലാണ് ഇവിടെ ഉഷാറായി ജീവിക്കാൻ കഴിയുക, അതിൻ്റെ പിന്നാലെയാണ് അവർ നോക്കുന്നത്. യഅലമൂന, അവർ അറിയുന്നു. ളാഹിറമ്മിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൻ്റെ ഹയാത്തിൽ നിന്നുള്ള ആ പുറന്തൊലി, ഇവിടെ ജീവിത മാർഗങ്ങൾ, കച്ചവടം, കൃഷി, നിർമ്മാണങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളുമായി ഇങ്ങനെ ജീവിക്കും. അതിൽ വലിയ സംഭവമാക്കും, അത് വലിയ സംഭവമാക്കും. ജീവിതം, ഭാവി ജീവിതം, ദുന്യാവിലെ ജീവിതം, പൈസ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ മനുഷ്യങ്ങനെ പെരുപ്പിക്കും. പിന്നെ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വേണം, എന്നാലും അത് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. അതില്ലാഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇനിയുള്ള ഭാവിയിൽ നമുക്ക് ഭൗതികമായിട്ട് പിന്നെ അതിന് പുരോഗമനങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും ജീവിക്കാൻ കഴിയും പറഞ്ഞിങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിച്ചു. എന്നാലോ ഉഖ്റവിയായ ചിന്തകളോ നിസ്കാരത്തിൻ്റെ മസാലകളോ അതൊന്നും അറിയണ്ട. ഫാത്തിഹ സൂറയുടെ 4-ാമത്തെ ഫർളായ നിസ്കാരത്തിൻ്റെ 4-ാമത്തെ ഫർളായ ഫാത്തിഹ സൂറ എങ്ങനെ ഓതുക, എങ്ങനെയാണ് അറബി അക്ഷരങ്ങൾ, മഖ്റജുകൾ, എങ്ങനെ, ഇതൊന്നും ചിന്തിക്കൂല. ദുന്യാവ് ദുന്യാവ് ദുന്യാവ്. ഇങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ അധിക മനുഷ്യന്മാരിങ്ങനെയാണ്. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. വഹും അവർ, അനിൽ ആഖിറ പരലോക ജീവിതത്തെ തൊട്ട്, അതല്ലേ ശാശ്വതമായ ജീവിതം, അതല്ലേ യഥാർത്ഥ ജീവിതം. ഇതോ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതം, ദുന്യാവും അയിമല നമ്മൾ കെട്ടിമാറിയുന്നത്. വഹും അവർ, അനിൽ ആഖിറതി പരലോക ജീവിതത്തെ തൊട്ട്, ഹും ഗാഫിലൂൻ അവർ മാത്രമാണ് അശ്രദ്ധവാന്മാർ. ഒരു ദുന്യാവ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ആഖിറത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ദുന്യാവ് ശ്രദ്ധിക്കുന്ന അത്ര ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ തന്നെ അല്ലേ? ആലോചിച്ച് നോക്കി. നമുക്ക് വേറെ ആൾ നമ്മൾ പറയണ്ട, നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളെ മക്കളൊക്കെ വളർത്തൽ, ഇതൊക്കെ നമ്മൾ സ്കോപ്പുള്ള ജോലി കിട്ടാൻ വേണ്ടിയുള്ള വളർത്തലാണല്ലോ. എന്നാ അത്ര അതിൻ്റെ അടുത്ത് മതവിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അത് വേണമെങ്കിൽ വേണം, ആർക്ക് വേണം? ഈ അവസ്ഥ അല്ലാഹു നമുക്ക് നല്ല ബോധവും നല്ല ചിന്തയും നൽകി അനുഗ്രഹിക്കട്ടെ.